സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം വിദ്യാധിരാജായ നമഃ. ശ്ലോകം 23. ഭാഗത്യാഗപ്രകാര പ്രഭണിതി യതതത്വം പദാർത്ഥാത്മവൃത്യാ വൃത്യാരൂഢാംബികേശാഹ്വയ പരചിതി യുഗ്മം ശിവായാസ്തു നിത്യം. ചേങ്കുന്നൂർ ദിവ്യദേവാലയ നിലയമദോന സുരേന്ദ്രാദിമൃഗ്യം തപ്താന്തശ്ചന്ദ്രചന്ദ്രാതപമലയജ കാശ്മീരജൈക സ്വഭാവം. ഭാഗത്യാഗപ്രകാര പ്രഭണിതിഗത തത്വം പദാർത്ഥാത്മവൃത്യാ വൃത്യാരൂഢാംബികേശാഹ്വയ പരചിതി യുഗ്മം ശിവായാസ്തു നിത്യം. ചെങ്കുന്നൂർ ദിവ്യദേവാലയ നിലയമദോന സുരേന്ദ്രാദിമൃഗ്യം തപ്തന്തശ്ചന്ദ്രചന്ദ്രാതപമലയജ കാശ്മീരജൈക സ്വഭാവം. ഭാഗത്യാഗപ്രകാര പ്രഭണിതിഗത തത്വം പദാർത്ഥാത്മവൃത്യാ. പ്രഥമ പാദം ഒരൊറ്റ പദം തന്നെയാണ്, സമസ്ത പദമാണ്. വൃത്യാ ആരൂഢ അംബികേശാഹ്വയ പരചിതി യുഗ്മം ശിവായ അസ്തു നിത്യം. ചേങ്കണ്ണൂർ ദിവ്യദേവാലയ ഗതം ദിവ്യദേവാലയ നിലയം അധഃ നഹ സുരേന്ദ്രാദിമൃഗ്യം തപ്ത അന്തശ്ചന്ദ്രചന്ദ്രാതപമലയജ കാശ്മീരജൈക സ്വഭാവം. 1-4 പാദങ്ങൾ ഓരോ പദങ്ങൾ തന്നെയാണ്, സമസ്ത പദങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിലെ എന്താണ് ഇതിലെ പ്രാർത്ഥന വരുന്നത്? എന്താണ്? വൃത്തിയാഹ്വയ പരചിതി യുഗ്മം നഹ ശിവായ അസ്തു. നഹ അസ്മാകം എന്നർത്ഥം. നമുക്ക് ശിവായ, ശിവം മംഗളം, മംഗളത്തിന് ആയി ഭവിക്കട്ടെ, മംഗളത്തിന് കാരണമായി ഭവിക്കട്ടെ, മംഗളകാരിയായി ഭവിക്കട്ടെ. എന്താണ്? പരചിതി യുഗ്മം, പരമമായ ചിത്തിന്റെ തന്നെ ആ യുഗ്മം, പരമമായ ചിത്ത് തന്നെ എന്താണ്? യുഗ്മമായിട്ട് കാണപ്പെടും. യുഗ്മം എന്ന് പറഞ്ഞാൽ ഇരട്ട, ദ്വന്ദ്വം, ദ്വയം. അപ്പൊ ഒന്ന് തന്നെ രണ്ടായിട്ട് വർത്തിക്കുകയാണ് അവിടെ. അപ്പൊ വാസ്തവത്തിൽ എന്തില്ല? വാസ്തവത്തിൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അത് തന്നെ എന്തായിരിക്കുന്നു? ഈ പരചിതി തന്നെ യുഗ്മമായിട്ട് രണ്ടായിട്ട് ഇവിടെ വർത്തിക്കുന്നു. എന്തിനാണത് രണ്ടായിട്ട് വർത്തിക്കുന്നത്? അത് ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്, സമസ്ത സൃഷ്ടികളെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത് യുഗ്മമായിട്ട് ഇരിക്കുന്നത്. അപ്പോ അത് എന്താണ്? അത് എൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഭാഗത്യാഗ പ്രകാര പ്രഭണിതിഗത തത്വം പദാർത്ഥ ആത്മവൃത്തിയ. ഈ ഒരു വൃത്തിയോട് കൂടിയിട്ടാണ് ഇത് വർത്തിക്കുന്നത്. എങ്ങനെയുള്ള വൃത്തിയാണ്? ഭാഗത്യാഗ പ്രകാര. ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗം എന്ന് പറഞ്ഞാൽ ഭജിക്കപ്പെട്ടിരിക്കുന്നത്, വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെ? ഭിത് ധാതു, ഭേദിക്കപ്പെട്ട് ഇരിക്കുക. അങ്ങനെ ഭേദിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെ, വിഭാഗീയതകളെ ത്യജിക്കുന്ന പ്രകാരമുള്ള വിഭാഗീയതകളെ മാറ്റുക. നമ്മൾ പലതായി കാണുമ്പോൾ പലതല്ല, ഇത് ഒന്നാണ് എന്ന് പറയുന്നു, അല്ലെ? നമ്മളിപ്പോ പറയാറുണ്ടല്ലോ, ഭാരതം, അതിന്റെ സംസ്കാരം എന്താണ്? നാനാത്വത്തിൽ ഏകത്വമാണ്. പലതായി കാണുന്നത് ഒന്ന് തന്നെ
ആയിരിക്കുകയാണ്. എത്രയോ ഭാഷകളാണ് ഇവിടെ സംസാരിക്കുന്നത് ഈ ഒരു രാജ്യത്ത്. ഭാരതത്തിന്റെ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ നമ്മൾ അതിന് സമാധാനം പറയാ? ഇവിടെ ഇംഗ്ലീഷാണോ, മലയാളമാണോ, ഒന്നും നോക്കി ഹിന്ദിയാണോ? അതുമല്ല. അപ്പോ എന്താണ്, ഇങ്ങനെ ഇത്രയേറെ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുമുള്ള ഒരു രാജ്യമുണ്ടെന്ന് തോന്നില്ല. പക്ഷെ അവിടെ എന്തില്ല? വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ് അല്ലേ? ഒരാൾ മലയാളം പറയുന്നു, ഒരാൾ തമിഴ് പറയുന്നു, കന്നഡം പറയുന്നു, എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഭാഷകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തില്ല, അതൊന്നും വിരുദ്ധങ്ങളല്ല, വിഭിന്നമായിട്ട് നാനാ അഭിരുചികള്. ഭക്ഷണ സമ്പ്രദായം, ഭാരതീയരെങ്ങനെ ഭക്ഷണം കഴിക്കാന്ന് ചോദിച്ചാൽ അതിനൊരു രീതിയുണ്ടോ? എല്ലാം ഏതെല്ലാം വിധത്തിലാണ്. അപ്പൊ ഇത്രയേറെ അഭിരുചികളിലും വേഷഭൂഷാദികളിലും എല്ലാ സംസ്കാരത്തിലും എല്ലാം ഇത്രയേറെ എന്താണ് ഭേദങ്ങളുണ്ടായിട്ടും ഭാരതീയൻ, ഒരൊറ്റ ഇതേ ഉള്ളൂ ഭാരതീയൻ. അപ്പൊ അതാണ് ഭാഗത്യാഗം. അതിന് നമുക്ക് ഏറ്റവും പറയാൻ പറ്റിയ ഉദാഹരണം നമ്മുടെ രാജ്യം തന്നെയാണ്. ഇവരൊക്കെ ആരാണ്? ഇവരെല്ലാം ഭാരതീയരാണ്. അങ്ങനെയുള്ള വിഭാഗങ്ങളെ മുഴുവൻ ത്യജിക്കും പ്രകാരത്തിൽ പ്രകൃഷ്ടങ്ങളായ വചസ്സുകൾ, ഇതിനെയൊക്കെ മാറ്റിക്കളയുന്ന ഒരു വചസ്സുണ്ട്. ആ വചസ് എന്താണ്? വേദങ്ങൾ പറയുന്ന വചസ്സുകളാണ് വേദം, അല്ലെ? എല്ലാ വേദങ്ങളും പറയുന്നു. ഓരോ വേദവും ഓരോ വിധത്തിൽ പറയാണ്. ഋഗ്വേദം പറയാണ് ഐതരേയോപനിഷത്തിലൂടെ. ഋഗ്വേദത്തിന്റെ 4 വേദങ്ങൾക്കും ഓരോ മഹാവാക്യങ്ങളുണ്ട്. മഹത്തായ വാക്യം, മഹാവാക്യം. അത് മഹദ്വാക്യം എന്നല്ല പറയാം. നമ്മൾ പലപ്പോഴും പറയുന്ന ഈ വാക്ക് തെറ്റിക്കാറുണ്ട്. നമ്മൾ മഹദ്വചനം എന്ന് പറയാറുണ്ട്. മഹാന്മാരുടെ വചസ്സുകളൊക്കെ മഹദ്വചനങ്ങളാണ്. പക്ഷെ മഹാവചനം എന്ന് പറയുമ്പോൾ ആ വചനം തന്നെ മഹത്തായിരിക്കണം. അതിന് വ്യത്യാസം എന്താണ്? മഹാത്മാഗാന്ധി കസ്തൂർബായിയോട് പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്? ഒരു മഹാന്റെ വചസ്സുകളാണ്, അതൊക്കെ മഹദ്വചനങ്ങളാണ്. പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള മഹത്തായ വാക്യങ്ങൾ, നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട മഹത്തായ വാക്യങ്ങൾ എന്താണ് പറയുക? മഹാവചനം എന്നാണ് അവിടെ പറയേണ്ടത്. നമ്മൾ എപ്പോഴും തെറ്റിക്കാറുണ്ട്. അത് സംസ്കൃത വ്യാകരണത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആൻമഹത സമാനാധികരണ ജാതീയയോഹോ എന്ന് പറയുന്നുണ്ട്. അതായത് വിശേഷണ വിശേഷ്യങ്ങൾ ഒരേ വിഭക്തിയിൽ വചനത്തിലും വന്നാൽ മാത്രമാണ് എന്തായിരിക്കുന്നത്? അത് വിശേഷണ വിശേഷമായിരിക്കുന്നത്. മറ്റേതെങ്ങനെയാ പറയാ? മഹത്ത് ആയ വചനം. രണ്ടും എന്താണ്? രണ്ടും പ്രഥമയിലാണ്. മഹത്ത് വചനം രണ്ടും പ്രഥമയിലാണ്, ഒരേ വിഭക്തിയിലാണ്. അപ്പൊ അത് മഹാവചനം എന്നാണ് പറയാ. നേരെ മറിച്ച് മഹത്തിന്റെ വചനം, മഹത്തിന്റെ എന്നുള്ളത് ഏതാണ്? അത് ഷഷ്ടിയാണ്, ജനറ്റീവ് കേസാണ്, അല്ലേ? മഹത്തിന്റെ വചനം എന്താണ്? മഹദ്വചനം. ഇതാണ് നമ്മളവിടെ ഓർക്കേണ്ടത്. വചനവും പിന്നെ എന്താണ് പറഞ്ഞാളോ ഒരേപോലെ ആവുമ്പോ എന്താണ്? മഹത്ത് ആയ വചനം. മഹത്ത് ആയ വചനം മഹാവചനം, മഹാന്റെ വചനം മഹദ്വചനം. നമ്മളെപ്പോഴും തെറ്റിക്കുന്നതാണ്. അപ്പോ ഇവിടെ വേദം പറയുകയാണ് ഓരോന്നിനും ഓരോ മഹാവാക്യങ്ങളുണ്ട്. ഓരോ വേദത്തിനും മഹാവാക്യങ്ങളുണ്ട്, മഹത്തായ വാക്യമുണ്ട്. അത് ഋഗ്വേദത്തിന് ഏതാണ്? ഐതരേയോപനിഷത്തിലൂടെ പറയുന്ന പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഋഗ്വേദം. പ്രകൃഷ്ടമായ ജ്ഞാനമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ജ്ഞാനമാണ് ബ്രഹ്മം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അറിവുള്ളവൻ നാരഅയനൻ. നാരം ജ്ഞാനം. അവിടെ നാരം എന്നുള്ളതിന് ജ്ഞാനം എന്നർത്ഥം. നാരദൻ, നാരത്തെ നൽകുന്ന മഹർഷിയാണ് നാരദ മഹർഷി. അറിവ് കൊടുക്കാണ് അദ്ദേഹത്തിന്റെ പണി. അപ്പൊ നാരമാകുന്ന അയനത്തോടു കൂടിയവൻ നാരായണൻ എന്ന് പറയുന്നതിന് കാരണം അതാണ്. ജ്ഞാനമാണ്. ദൈവത്തെ അറിഞ്ഞാൽ എന്തായി തീർന്നു? ദൈവം തന്നെയായി മാറി, പരബ്രഹ്മം തന്നെയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഋഗ്വേദം ഐതരേയോപനിഷത്തിലൂടെ പറഞ്ഞു തരികയാണ് പ്രജ്ഞാനം ബ്രഹ്മ. അപ്പൊ പ്രകൃഷ്ടമായ ജ്ഞാനമാണ് ബ്രഹ്മം. അതിൽ നിന്ന് വിഭിന്നമായിട്ട് പിന്നെ യാതൊന്നും ഇല്ല. അപ്പൊ എന്തായി തീർന്നു? ഭേദം എന്നത് ഇല്ലാതെയായി തീർന്നു. ഭേദജ്ഞാനത്തെ, ഭേദബുദ്ധിയെ അവിടെ നിരസിക്കുകയാണ്. അതുപോലെ യജുർവേദം. യജുർവേദം ബൃഹദാരണ്യകോപനിഷത്ത്, ഏറ്റവും വലിയ ഉപനിഷത്ത് ബൃഹദാരണ്യകോപനിഷത്താണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ തന്നെ എന്തുണ്ട്? ബൃഹത്ത് എന്ന് ഉണ്ട്. ബൃഹത്തായ ആരണ്യകം, ആരണ്യകത്തിൽ അന്തർഭവിക്കുന്നതാണ്. അപ്പൊ ബൃഹദാരണ്യക ഉപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്ത്. അപ്പോ അതിലൂടെ
എന്താണ് യജുർവേദം എന്താണ് പറയുന്നത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് അവിടെ പറയുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. അപ്പൊ അത് ഞാൻ അതിൽ നിന്ന് വിഭിന്നനല്ല എന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം. ആ ബ്രഹ്മം തന്നെയാണ് ഞാനും എന്ന് പറയുമ്പോൾ അത് അഹം ബ്രഹ്മാസ്മി എന്നതിലേക്ക് വന്നു. അത് കഴിഞ്ഞാൽ സാമവേദത്തിലേക്ക് വരുമ്പോൾ, സാമം ഗാനരൂപത്തിൽ ആലപിക്കുന്ന സാമങ്ങൾ, സാംസ് പാട്ടുകളാണ്, ഗാനങ്ങളാണ്. അപ്പോ ഗാനരൂപത്തിൽ ആലപിക്കുന്ന അതാണ് ഛന്ദസ്, വൈദികമായ ഛന്ദസ്സിനെ ഗാനം ചെയ്യുക. അതാണ് ഛന്ദോഗൻ എന്ന് പറയുന്നത്. ഛന്ദസ്സിനെ ഗാനം ചെയ്യുന്നവനാണ് ഛന്ദോഗൻ. ഛന്ദോഗനെ സംബന്ധിച്ച ഉപനിഷത്തായത് കൊണ്ടാണ് ഛാന്തോഗ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഗാനം ചെയ്യുന്നതാണ്. അപ്പൊ ആ ഛാന്തോഗ്യ ഉപനിഷത്ത് എന്താണത്? തത്വമസി. ഒരിടത്ത് യജുർവേദത്തില് അത് നമ്മൾ സാക്ഷാത്കരിക്കണം. അത് ഞാൻ തന്നെ എന്ന് സാക്ഷാത്കരിക്കുകയാണ്. ഛാന്തോഗ്യത്തിൽ വന്നപ്പോ എന്താണ്? നമ്മൾ സാക്ഷാത്കരിച്ച അച്ഛനായിട്ടുള്ള ഉദ്ദാലകൻ സാക്ഷാത്കരിച്ച ആ അറിവ് മകനായിട്ടുള്ള ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഛാന്തോഗ്യോപനിഷത്ത്. അത് നീ തന്നെയാകുന്നു, അത് ഞാൻ തന്നെയാണ് എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അത് നീ തന്നെയാകുന്നു. അത് ശബരിമലയിലും എഴുതി വച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അത് നീ തന്നെയാകുന്നു. തത്വമസി എന്നാണല്ലോ അവിടെ വെറുതെ എഴുതി വെക്കുന്നതല്ല, ധ്യേയമായ വാക്യമാണ്. ധ്യേയവാക്യം, മോട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്നത്, മുദ്രാവാക്യം എന്നൊക്കെ പറയും. ധ്യേയമായ വാക്യം എന്താണത്? അത് നീ തന്നെയാകുന്നു, നിന്നിൽ നിന്ന് വിഭിന്നമല്ല ആ ചൈതന്യം. ഇതാണ് നമ്മൾ അവിടെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ദേവൻ ഭക്തൻ അല്ല, ദേവൻ അയ്യപ്പനെ കാണാൻ പോയിരിക്കുന്ന ഭക്തനും അയ്യപ്പൻ അല്ലെ, ഓരോരുത്തരെയും പരസ്പരം സംബോധന ചെയ്യുന്ന അയ്യപ്പ എന്നാണ് അവിടെ സംഭവം. ഇത്രയും ഉദാത്തമായിട്ട് ഒരു ദർശനം എവിടെയുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ ചെന്ന് ഗുരുവായൂർ നമ്മൾ ചെല്ലുമ്പോൾ ഒരിക്കലും നമ്മൾ ഭക്തനെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നില്ല. പക്ഷെ എന്താണ് അവിടെ ശബരിമലയിൽ ചെല്ലുമ്പോൾ അയ്യപ്പസ്വാമിയായിട്ടാണ് ഓരോരുത്തരെയും ഓരോ ഭക്തനെയും കാണുന്നത് നമ്മൾ. അതാണ് ഇതിന്റെ വലിയൊരു സവിശേഷതയാണ്. അത് കഴിയുമ്പോഴേക്കും പിന്നെ അഥർവവേദത്തിലേക്ക് എത്തി. അഥർവവേദം മാണ്ഡൂക്യോപനിഷത്തിലൂടെ പറയുന്നു അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാ ഭേദബുദ്ധികളെയും അകറ്റത്തക്ക വിധത്തിൽ വേദങ്ങൾ പറഞ്ഞിരിക്കുന്ന, വേദങ്ങളുടെ പ്രകൃഷ്ടങ്ങളായ മഹാവചനങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന വാക്കുകളാണ് തത്വമസി മുതലായിട്ടുള്ളവ ഒക്കെ. ഇങ്ങനെയുള്ള പദങ്ങളുടെ താത്പര്യാർത്ഥത്തിന്റെ ആത്മാവായി വർത്തിക്കുന്നത് തത്വം പദാർത്ഥ ആത്മവൃത്തിയ. ആത്മാവായി വർത്തിക്കുന്നതാണ് ആത്മവൃത്തി. തത്വം പദാർത്ഥ ആത്മവൃത്തിയ, ആത്മവൃത്തിയിലൂടെ അങ്ങനെ അതിനെ വർത്തിച്ചുകൊണ്ട് അതിന്റെ താത്പര്യാർത്ഥമായിട്ടാണ് വർത്തിക്കുന്നത്. ഇത് ഈ ദേവത രണ്ടായി പിരിഞ്ഞ് രണ്ടു വശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതായി നാം കാണുന്ന അവിടത്തെ ദേവൻ അഥവാ ദേവത. അതാണ് സ്ത്രീലിംഗത്തിലാണ് ആ പ്രയോഗം, ആ പദം ദേവത എന്ന് അല്ലെ. നമ്മളെപ്പോഴും പറയും ദേവത, ദേവൻ, ദേവി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ നമുക്ക് ഇനി ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ദേവനാണോ ദേവിയാണോ അറിയില്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ദേവത എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഒരിക്കൽ ഒരു ക്ഷേത്രത്തിൽ പുലിയന്നൂര് അമ്പലത്തില് ഞാനിങ്ങനെ പോയി നടക്കാൻ പോയപ്പോൾ ആ ക്ഷേത്രത്തിൽ ഒന്ന് കയറി, സന്ധ്യാസമയമാണ്, ഒന്ന് കയറിയിട്ട് പോകാം. അപ്പൊ എന്റെ കൂട്ടത്തിൽ ഒരു പുരോഹിതനും വന്നു, ഒരു അച്ഛൻ. അദ്ദേഹം പറഞ്ഞു ഞാനും ഉണ്ട് അമ്പലത്തിലേക്ക്. അദ്ദേഹം വന്നു, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു പുരോഹിതനും അമ്പലത്തിൽ കയറാൻ തോന്നുക എന്ന് പറഞ്ഞാല് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കയറി. അപ്പൊ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു പുരോഹിതൻ അതിലൂടെ വരുന്നു. അദ്ദേഹം ചോദിച്ചു എവിടെ പോയി? അച്ഛനും സാറും കൂടെ പോയിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ദേവനെ കാണാൻ പോയതാണ്, പുലിയന്നൂർ ദേവനെ കാണാൻ. അതേ സമയത്ത് അച്ഛൻ പറഞ്ഞ് ദേവിയെ കാണാൻ പോയതുണ്ട്. അപ്പൊ ഈ വൃദ്ധനായ പുരോഹിതൻ പറഞ്ഞു ഫാദർ ചൊവ്വാറ്റുകുന്നേൽ, ജോസ് ചൊവ്വാറ്റുകുന്നേൽ എന്നൊരു അച്ഛനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും ദേവത തന്നെ, ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും ദേവത തന്നെ. വളരെ ഒരു ഭാരതീയതയിലെ ഒരു എന്താണ് ആദരവുള്ളൊരു പുരോഹിതനാണ് അദ്ദേഹം. അപ്പോ ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും ദേവത തന്നെ എന്നാണ് ആദ്യം. പക്ഷെ അത് ആദ്യം ഞാൻ ശ്രദ്ധിക്കുന്നത്
അതിലാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ദേവത, തത്വം, അത് തന്നെ നീ, പ്രജ്ഞാനം ബ്രഹ്മ, പ്രകൃഷ്ടമായിട്ട്. ഇപ്പൊ ഇതിൽ നമ്മൾ ഏതിൽ എടുത്തു നോക്കിയാലും എന്ത് കിട്ടുന്നുണ്ട്? ഈ പറയുന്നതായ ആശയം കിട്ടുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ആത്മാവായി വർത്തിച്ചുകൊണ്ട് ഈ വചസ്സുകളെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നുവോ അതിൻ്റെ ആത്മാവാണ് എന്ത്? ഈ ദേവതത്വം എന്ന് പറയുന്നത്, പരമാത്മതത്വം എന്ന് പറയുന്നത്. അങ്ങനെ വർത്തിച്ചുകൊണ്ട്, എല്ലാറ്റിനും അന്തര്യാമിയായി വർത്തിച്ചുകൊണ്ട്, തപ്പത അന്തശ്ചന്ദ്ര ചന്ദ്രാതപ മലയജ കാശ്മീര ജൈക സ്വഭാവ. അങ്ങനെയുള്ള ഒറ്റ സ്വഭാവത്തോടു കൂടിയാണ് ഇത് പറഞ്ഞത്. കേൾക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, ക്യാമറ പണിമുടക്കിയിരിക്കുകയാണ്, സമരമാണ് തോന്നുന്നു. അതിരിക്കട്ടെ. അപ്പോ ഇത് എങ്ങനെയാണ് ഇത് വർത്തിക്കുന്നത്? തപ്തമായ അന്തശ്ചന്ദ്രനോട് കൂടിയവർ. തപ്തം, തപിപ്പിക്കപ്പെട്ടത്, ചൂട് പിടിപ്പിച്ച. നമുക്കറിയാം, നമ്മളൊക്കെ നാനാപ്രകാരങ്ങളായിട്ടുള്ള താപങ്ങളിലൂടെ പോകുന്നവരാണ് നമ്മൾ. ഇപ്പോഴും നമ്മൾ 3 തരത്തിലുള്ള താപങ്ങളെ നമ്മൾ പറയാറുണ്ട്. ആധ്യാത്മിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, ആദി ദൈവിക ദുഃഖം. അതാണ് നമ്മൾ എപ്പോഴും ശാന്തി മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ 3 പ്രകാരത്തിലാണ്, 3 വിധത്തിൽ ശാന്തി, ശാന്തി, ശാന്തി. ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായിട്ടുള്ള ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാകുമാറാകട്ടെ അർത്ഥത്തിലാണ് നമ്മൾ 3 പ്രാവശ്യം ഈ ശാന്തി മന്ത്രം നമ്മൾ ചൊല്ലുന്നത്, ശാന്തി എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള തപ്തമായ മനസ്സാകുന്ന ചന്ദ്രനോട് കൂടിയ ആളുകൾക്ക് ചന്ദ്രാതപ മലയജ കാശ്മീര ജൈക സ്വഭാവ, ചന്ദ്രാതപം പോലെയും, ചന്ദ്രന്റെ ആതപം, ആതപം എന്ന് പറഞ്ഞാൽ വെയിലെന്നാണ് ശരിക്കും അർത്ഥം, തപിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. നമ്മുടെ സാധാരണ സൂര്യന്റെ ആതപവും ചന്ദ്രന്റെ ചന്ദ്രിക, ജ്യോത്സ്ന എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ചന്ദ്രന്റെ വെളിച്ചത്തെ നമ്മൾ എന്താ പറയുക? ചന്ദ്രിക എന്ന് പറയും, ജ്യോത്സ്ന എന്ന് പറയും, നിലാവെന്ന് പറയും. പക്ഷെ അതെന്താണ്? അത് ശൈത്യമാണ്. പക്ഷെ ആ വെളിച്ചം എന്ന അർത്ഥത്തിൽ ഇവിടെ ചന്ദ്രാതപഹ എന്ന പദം തന്നെ തീർത്ഥപാദര് പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ചന്ദ്രാതപം എന്നുള്ളതിന് ഇവിടുത്തെ അർത്ഥം എന്താണ്? ചന്ദ്രിക, നിലാവ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ചന്ദ്രാതപം പോലെയും മലയജം, മലയജം എന്താണ്? മലയജം ചന്ദനം, മലയപർവ്വതത്തിലാണ് ചന്ദനം ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായിട്ട്. വേറെ ഇപ്പം നമ്മുടെ നാട്ടിൽ നട്ടാലും മലയജം ചന്ദനം ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് അതൊക്കെ പോകാറുണ്ട്. കാരണം നമ്മൾ ചുറ്റുപാടും പുല്ലൊക്കെ പറിച്ച് നല്ല വൃത്തിയാക്കിയിടും ചന്ദനമരത്തിന്റെ ചുറ്റും. അതോടെ അത് ഉണങ്ങിപ്പോവുകയും ചെയ്യും. കാരണം എന്താണ്? അതെന്താണ്? അതൊരു പാരസൈറ്റാണ് ശരിക്കും പറഞ്ഞാല്, പരാന്നജീവിയാ ചന്ദനം അല്ലെ? മറ്റ് ചുറ്റുപാടുമുള്ള പുല്ല് വൃക്ഷങ്ങളുടെയൊക്കെ വേരുകളിൽ നിന്നാണ് ഇത് അന്നം സ്വീകരിക്കുന്നത്. അപ്പോ മലയജം കാശ്മീര ജൈക സ്വഭാവം, അതുപോലെ എന്താണ്? കുങ്കുമം, ഇതിൻ്റെയൊക്കെ സ്വഭാവത്തോട് കൂടിയത്, തണുപ്പ് നൽകുന്നത്, ശൈത്യത്തെ പ്രദാനം ചെയ്യുന്നതായി വർത്തിക്കുന്നു. അപ്പൊ ചുട്ടുപഴുത്ത മനസ്സുകൾക്ക് എന്തായിരുന്നു? മനസ്സാകുന്ന ചന്ദ്രനോട് കൂടിയവർക്ക് നിലാവിനെ പോലെയും ചന്ദനത്തെ പോലെയും കുങ്കുമത്തെ പോലെയും എന്ത് ചെയ്യുന്നു? തണുപ്പ് അരുളുന്നു. പിന്നെ അതോടൊപ്പം തന്നെ സുരേന്ദ്രാദി മൃഗ്യം, ഈ ചൈതന്യത്തെയാണ് സുരേന്ദ്രാദികൾ മാർഗണം ചെയ്യുന്നത്. മാർഗണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷിക്കുക അല്ലെ? മാർഗണം ചെയ്യാൻ സുരേന്ദ്രാദികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. സുരേന്ദ്രാദികൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ്. ദേവന്മാരും എന്തിലേക്ക് എത്തിയിട്ടില്ല? പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അവരും എന്ത് ചെയ്യുന്നുണ്ട്? അവരും അന്വേഷിക്കുന്നു, മാർഗണം ചെയ്യുന്നു അല്ലെ? മാർഗണം, ഈ പദം നമ്മുടെ ഭാഷയിൽ നമുക്കറിയാലോ. മാർഗം, മൃഗ, മൃഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഹരിണം എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ എല്ലാ ഇതിനെയും എന്ത് പറയില്ല, എല്ലാ നാൽക്കാലികളെയും അഥവാ തിര്യക്കുകളെ നമ്മൾ മൃഗം, സംസ്കൃതത്തിൽ മൃഗം എന്ന് പറഞ്ഞാല് എന്താണ്? ഹരിണമാണ്, മാനാണ്. കാരണം പണ്ടത്തെ ആളുകളൊക്കെ അന്വേഷിച്ചിരുന്നത് മാനുകളെയാണ് ഏറ്റവും എളുപ്പമായിട്ട്. എന്താണ്? അതിനെ പിടിക്കാന്നുള്ളത് താരതമ്യേന ദുഷ്കരമല്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മൃഗങ്ങളായിട്ട് മാർഗത്തിലൂടെ പോവുക. മാർഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മൃഗം നടന്നുപോയ വഴിയാണ് മാർഗം എന്ന് പറയാം. മൃഗം ഇങ്ങനെ പുല്ലൊക്കെയുള്ള സ്ഥലത്ത് കൂടെ മൃഗം പോയാൽ എന്തുണ്ടാകും? പുല്ല് 2 വശത്തേക്ക് ഒരു വഴി ക്ലീവ് ചെയ്യും അവിടെ അല്ലേ? അങ്ങനെ അവിടെ അതാണ് മാർഗം പണ്ട് ഉണ്ടായത്.
അപ്പൊ പണ്ട് ലക്ഷ്യത്തിലേക്ക് പോകാൻ എന്താണ് മാർഗം നോക്കും, മൃഗം പോയ വഴിയുണ്ടോ എന്ന്. അതിലൂടെ പോയ അവർക്ക് മൃഗമാകുന്ന ലക്ഷ്യത്തിൽ എത്താം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലും എന്തുണ്ടായത്, മാർഗങ്ങൾ ഉണ്ടായത്. നമ്മള് വാഹനം ഓടിക്കാനായിട്ട് നമ്മള് രഥത്തിന് പോകാനുള്ള വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെന്താ പറയാ, രഥ്യ എന്നാണ് പറയുക. പക്ഷെ ഇന്നിപ്പോ നമ്മള് വ്യത്യാസമില്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത റോഡിന് നമ്മൾ രഥ്യ എന്ന് പറയാറുണ്ട്. റോഡ് ശരിക്ക് രഥ്യയും നടപ്പു വഴികൾ മാർഗങ്ങളും ആണ്. അപ്പൊ മാർഗണം ചെയ്യുക, മാർഗം, ഇതൊക്കെ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ദേവന്മാരും സുരേന്ദ്രാദികളും എന്ത് ചെയ്യുന്നു, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ പരമാത്മ തത്വത്തെ. അങ്ങനെയുള്ള ഈ തത്വം എവിടെ വർത്തിക്കുന്നു, ചേങ്കന്നൂർ ദിവ്യ ദേവാലയ നിലയം. ചെങ്ങന്നൂര് തന്നെയാണ് ചെങ്ങന്നൂര് എന്ന് പറയുന്നത്. ചെങ്ങന്നൂരിലെ ദിവ്യമായ ദേവാലയത്തെ നിലയമാക്കി വർത്തിക്കുന്നു. നിലയം, എനിക്ക് വിലയം പ്രാപിക്കുന്നതിനുള്ള എന്താണ് സ്ഥാനമായി അതിനെ വർത്തിക്കുന്നു. അങ്ങനെ വർത്തിക്കുന്നതായ ഈ വചനം, ഈ എന്താണ്, ഇത് അത് അർത്ഥത്തിലാണ് അദഹ എന്ന് പറയുന്നത്. അദഹ അമൂനി എന്നാണ് ഇതിന്റെ വാക്ക്. ഈ അദസ് ശബ്ദം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. 3 ലിംഗങ്ങളിലും ചൊല്ലുന്നതിന് അല്പശ്രദ്ധ, സംസ്കൃതം പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അദഹ അമൂനി എന്നാണ്. പുല്ലിംഗത്തിലാണെങ്കിൽ അസൗ അമു അമീ എന്ന് പുല്ലിംഗത്തില്. സ്ത്രീലിംഗത്തിലാണെങ്കിൽ അസൗ അമൂഹു എന്ന് സ്ത്രീലിംഗത്തില്. കുട്ടികൾക്കൊക്കെ എപ്പോഴും തെറ്റുന്ന ഒരു ശബ്ദമാണ് ഈ അദസ് ശബ്ദം. അപ്പൊ എന്താണ് ഇത്, ഈ ചൈതന്യം ഇവിടെ വർത്തിക്കുന്നതായ അത്, ആ ചൈതന്യം എന്നർത്ഥം. നിത്യം, എന്നും എന്താകട്ടെ ഈ ചൈതന്യം, ഇപ്രകാരം ഉള്ളതായ ഈ ചൈതന്യം വൃത്യാരൂഢ അംബികേശാഹ്വയ പരചിതിയുഗ്മം. ആ ചൈതന്യം എന്താണ്, ബുദ്ധിയിൽ ആരൂഢമായിരിക്കുന്ന, ബുദ്ധി കൊണ്ട് നമ്മൾ എന്താണ് ചിന്തിച്ച് ധ്യാനിച്ച് നമ്മുടെ ബുദ്ധിയിൽ നാം സ്വീകരിച്ചിരിക്കുന്നതായിരിക്കുന്ന ഈ ചൈതന്യം എങ്ങനെയുള്ളതാണ്, അംബിക, ഈശൻ എന്നിങ്ങനെ നാമധേയങ്ങളോടുകൂടി വർത്തിക്കുകയാണ്. നമുക്ക് എപ്പോഴും ഒരു എന്താണ്, രൂപമില്ലാത്ത ഒന്നിനെ വിഭാവനം ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ ക്ലേശകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബുദ്ധിയിൽ അംബിക എന്നും ഈശനെന്നും, അല്ലെ, അംബിക ദേവി ആയിട്ടും ഈശ്വരനായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ആ പരമമായ ചിത്തിന്റെ ഇരട്ടം ദ്വന്ദ്ം, പരമമായ ചിത്ത് തന്നെ 2 രൂപത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു, അവിടെ കാണപ്പെടുന്നു. അങ്ങനെയുള്ളതായ ആ ചൈതന്യം നമുക്ക് എപ്പോഴും മംഗളത്തിന് കാരണമായി ഭവിക്കട്ടെ, മംഗളകാരണമായിട്ട് ഭവിക്കട്ടെ. അപ്പൊ ഈ ചേങ്കന്നൂർ ശിവക്ഷേത്രം എന്നാണ് അതിന് പ്രശസ്തി എങ്കിലും അവിടത്തെ പ്രതിഷ്ഠകളിൽ മുഖ്യമായിട്ടുള്ളത്, പ്രധാനമായ സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദേവിക്കാണ്. ശിവക്ഷേത്രം എന്ന് പറയുമ്പോഴും അതെന്താണ്, ദേവിക്കാണ് അവിടെ ഈ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവിടെ ദേവൻ എന്താണ്, കിഴക്കിന് അഭിമുഖമായിട്ടും ദേവി പടിഞ്ഞാറിന് അഭിമുഖമായിട്ടുമാണ് ഇരിക്കുന്നത്. അവിടെ ദേവിക്കാണ് അവിടെ എന്താണ്, പ്രഭാവ അതിരേകം അവിടെ ദേവിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്, എപ്പോഴും അവിടെ ഇപ്പൊ ശങ്കരാചാര്യരൊക്കെ പറയുന്നതനുസരിച്ചിട്ട്, സൗന്ദര്യലഹരി പറയുന്നതനുസരിച്ചിട്ട്, ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിത്. ശിവൻ ശക്തിയോട് ചേർന്നെങ്കിൽ മാത്രമേ സ്പന്ദിക്കുവാൻ പോലും ശക്തനായി തീരുകയുള്ളൂ. ഇവിടെയാണ് നമ്മുടെ ദേവി സങ്കല്പത്തിന്റെ പ്രാധാന്യം വരുന്നത്. ആ ശിവം എന്ന് പറയുന്നത്, ആ മംഗളം, അതെപ്പോഴും എന്ത് ചെയ്യണം, ശക്തിയോട് ചേരണം. ശക്തിയോട് ചേർന്നാൽ അതിനെന്താണ്, അത് നാനാരൂപഭാവങ്ങളാർന്ന് ഭവിക്കുവാൻ ശക്തമായി തീരും. തന്നെ ലോകത്തിലും അങ്ങനെ തന്നെയല്ലേ, സ്ത്രീയിലൂടെയാണ് എന്തായിത്തീരുന്നത്, നാനാ രൂപങ്ങളിൽ ഒരാൾ തന്നെ ഭവിക്കുന്നത്. നമ്മള് മുമ്പ് നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്, ഒരാൾ തന്നെ അല്ലെ, ഒരാളുടെ മക്കൾ തന്നെ പലതായിത്തീരുമ്പോ എന്താണ്, ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, ഓരോരുത്തർക്കും
കുട്ടികൾക്ക് പേരിടുമ്പോൾ എന്താണ് ശിവൻ എന്ന് പേരുള്ള ശങ്കരൻ, അല്ലെങ്കിൽ പാർവതി എന്ന് പേരുള്ള ശങ്കരൻ, ഒക്കെ നമ്മൾ ഒരാൾ തന്നെ പലതായിത്തീരാണ്. അപ്പൊ അത് എന്ത് വേണം? അത് സ്ത്രീയിലൂടെയാണ്. സ്ത്രീ എന്ന റൂട്ടിനൊരു അർത്ഥമുണ്ട്, വിസ്തൃതമാകുക എന്നൊരു അർത്ഥമുണ്ട്. വിസ്തൃതി, ഒരു വസ്തു എത്ര സ്ഥലത്ത് വ്യാപിച്ചിരിക്കുന്നു അതാണ് അതിന്റെ വിസ്തൃതി. അപ്പൊ സ്ത്രീ എന്ന റൂട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് സ്ത്രീ എന്ന് അവിടെ പറയുന്നത്. വേറെ അതിന് വിത്പത്തിയൊക്കെ പറയുന്നുണ്ട്, സ്ത്യൈ എന്നുള്ള ധാതു ഒക്കെ പറയുന്നുണ്ട് അല്ലെ. ശോണിതവും പിന്നെ എന്താണ് മറ്റേ ബീജവും ശോണിതവും അവളിൽ കട്ട പിടിക്കുന്നു അല്ലെങ്കിൽ ഗർഭമായി തീർന്നു എന്ന അർത്ഥമൊക്കെ പറയാറുണ്ട്. പിടിക്കുക, അതിൽ പിടിക്കുക എന്നർത്ഥം. പിടിക്കുക, ഗർഭം എന്ന വാക്കൊക്കെ അതിൽ നിന്നാണ് ഉണ്ടാവുന്നത് അല്ലെ. ആ വാക്കാണ് നമ്മൾ പാണിഗ്രഹണത്തിന് ഉപയോഗിക്കുന്നത്. ഗൃഭ്ണാമി തേ സൗഭഗത്വായ ഹസ്തം മയാ പത്യാ ജരദഷ്ടിർയഥാസഹ ഭഗോ അര്യമാ സവിതൃപുരന്ധിർ മഹ്യം ത്വാദുർ ഗാർഹപത്യായ ദേവാഹ. ഋഗ്വേദത്തിലെ മന്ത്രമാണ്. ഒരു പുരുഷൻ സ്ത്രീയുടെ കരം ഗ്രഹിക്കുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രമാണ് അത്. ഗൃഭ്ണാമി, പിടിക്കുന്നു എന്നാണ് അർത്ഥം. സൗഭഗത്വായ ഹസ്തം, ഞാൻ സൗഭാഗ്യത്തിന്, അതോടുകൂടിയാണ് സൗഭാഗ്യം വന്നു ചേരുന്നത്, വിവാഹത്തോട് കൂടിയിട്ട്. തൻ്റെ അർദ്ധാംഗഹാരിണി തന്നെയാണ് ശരിക്ക്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുമായി ചേരുമ്പോഴാണത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പോ എപ്പോഴും എന്താണ് ആശയം? ശിവൻ എന്ന് പറയുന്നത് ഒരു ആശയമാണ്. ശക്തി എന്ന് പറയുന്നത് എന്താണ്? അത് വാക്കാണ്. വാക്ക് സ്ത്രീലിംഗമാണ് ആ പദം. അപ്പൊ അതിനോട് ചേരാം. നമ്മുടെ ഉള്ളിലും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ ഉള്ളിലുള്ള ഒരാശയം എന്ത് ചെയ്യണം? അത് പ്രകാശിപ്പിക്കുന്നതിന് ശക്തമായ പദങ്ങളിലേക്ക് സംക്രമിപ്പിക്കാൻ പറ്റിയാൽ മാത്രമേ ആ വാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ആശയത്തെ നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല അല്ലെ. പലപ്പോഴും നമുക്ക് ശക്തമായ പദങ്ങൾ കിട്ടാതെ വരും. അപ്പോഴാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ കേൾക്കാം ഒരു 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 ദ്. എന്താണ് ഈ ഒരു ദ് എന്ന് പറയുന്നത്? അത് കൃത്യമായ ഒരു പദം നമുക്ക് കിട്ടാതെ വരിക. അങ്ങനെ വന്നപ്പോ പദം, അതാണ് പദം എന്ന് തന്നെ പറയുന്നത്. പദം എന്താണ്? കാല്. ഒന്ന് ആശയം. ആശയം നമ്മുടെ ഉള്ളിൽ ശയിക്കുന്നതാണ് ആശയം. അത് മറ്റൊരാളിലേക്ക് ചെല്ലണമെങ്കിൽ എന്ത് വേണം? അതിന് കാല് വേണം, പദം വേണം, ചരണം വേണം. അപ്പൊ ആ പദത്തിലേക്ക്, ആ പദത്തിൽ ഊന്നിയാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? അതെല്ലായിടത്തും സഞ്ചരിക്കാൻ പറ്റും. അതാണ് ശങ്കര ഭഗവത്പാദര് പറഞ്ഞത്. ശിവശക്തിയായുക്ത യതി ഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമഭി. സ്പന്ദിക്കാൻ പോലും ശക്തമായി തീരുകയില്ല എന്ന് വളരെ പ്രൗഢമായ ഭാഷയിൽ ശങ്കര ഭഗവത്പാദർ നമുക്ക് പറഞ്ഞു തന്നു. കാളിദാസൻ വളരെ എന്താണ് സരളമായ ഒരു ഭാഷയിൽ നമുക്കത് പറഞ്ഞു തന്നു. വാഗർത്ഥാവിവ സംപൃക്തവും, വാക്കും അർത്ഥവും പോലെ സംപൃക്തമായിരിക്കുന്നു എന്ന് കാളിദാസൻ. അവിടെയാണ് അതിൻ്റെ രണ്ട് എന്താണ് അതിൻ്റെ അതിന് ആവിഷ്കാരത്തിന്റെ രണ്ട് തലമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ദേവൻ അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൊ അവിടെ എപ്പോഴും എന്താണ് ആ പ്രാധാന്യം? അപ്പൊ ജനങ്ങളെ അനുഗ്രഹിക്കുന്നത്, ഭക്തജന അനുഗ്രഹണ പ്രവണമായിരിക്കുന്നത് ആരാണ്? അവിടെ ദേവിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ദേവിക്ക് വലിയതായ പ്രാമുഖ്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശിവൻ കിഴക്കിന് അഭിമുഖമായിട്ടിരിക്കുമ്പോൾ ദേവി പടിഞ്ഞാറിന് അഭിമുഖമായിരിക്കുന്ന ഭുവനേശ്വരിയാണ് അവിടെ. ഭുവനത്തിന്റെ രക്ഷണത്തിനായിരിക്കുന്ന ദേവിയാണ് അവിടെ. ഇങ്ങനെ കുടികൊള്ളുന്ന ആ ദേവി എന്താണ്? അവിടുത്തെ ദേവൻ ഒരു പ്രത്യേകതയുണ്ട്. ആ ദേവൻ ദേവിയെ കുറിച്ചുള്ള വലിയ ചിന്തയോട് കൂടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ദക്ഷപ്രജാപതിയുടെ യാഗത്തിൽ ദേഹ ആഹൂതി നടത്തിയ ദേവിയുടെ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ദേവനാണ് അവിടെ. അതുകൊണ്ട് തന്നെ അപ്പൊ ചെങ്ങന്നൂര് ചെന്നാൽ അവിടുത്തെ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് എന്താണ്? ദേവൻ കിഴക്കോട്ട് നോക്കിയിരിക്കുന്നത്, അതിലൂടെ പ്രവഹിക്കുന്ന നദിയെ നോക്കിയിരിക്കുകയാണ്, ഗംഗയെ നോക്കിയിരിക്കുകയാണ്. അത് ഇഷ്ടപ്പെടാത്ത ദേവിയാണ് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നത് എന്ന് അവിടെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ദേവിക്ക് എന്താണ്? ദേവിക്ക് ഒരു ഈർഷ്യ ഭാവമാണ് അവിടെ ഉള്ളത്. പക്ഷെ അവിടെ ദേവന്റെ പ്രത്യേകത, ആ ദേവൻ ദേഹാഹൂതി ചെയ്ത ദേവിയെ കുറിച്ചുള്ള
ചിന്തകളിൽ മുഴുകിയിരിക്കുന്നവനാണ് എന്നതാണ് അതിൻ്റെ സവിശേഷത. അപ്പൊ അവിടെ എന്തിനു പ്രസക്തി ഇല്ലാതെ വരും? അവിടെ ഈർഷ്യയ്ക്ക് പ്രസക്തി ഇല്ലാതെ വരും എന്നുള്ള ഒരു ചെറിയ ഒരു യുക്തിഭംഗം അവിടുത്തെ ആളുകൾ പറയുന്നതിൽ വരുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്കത് അങ്ങനെ ഒരു സംഗതി അതിൽ ഉണ്ട്, ഒരു യുക്തിഭംഗം അതിലുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം ആളുകൾ പലപ്പോഴും പറയുമ്പോൾ കേട്ടുകേൾവിയായിട്ട് ഒരാൾ പറഞ്ഞു, ഒരാൾ പടിഞ്ഞാട്ട്, ഒരാൾ കിഴക്കോട്ട്. എന്തായാലും കാരണം അതിങ്ങനെയാണേ, നദിയല്ലേ നോക്കിയിരിക്കുന്നത്, അത് ദേവിക്ക് ഇഷ്ടാവോ എന്നൊരു ചിന്ത ആളുകളിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു ഭാവത്തിലാണ് ദേവി അവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു സവിശേഷത അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ പൊതുവിൽ എന്താണ്, രണ്ടും ഒന്ന് തന്നെയാണ്, അവിടെ ഭേദങ്ങളില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ദേവത എന്ന സമാനമായ ആ ഒരു പദം കൊണ്ടാണ് അവിടെ വ്യവഹരിക്കുന്നത്. അപ്പൊ ഒന്ന് തന്നെ, എന്താണ്, ഒന്ന് തന്നെ പലതായി പറയുന്നു. ഏകം സദ് വിപ്രാഹ ബഹുധ വദന്തി എന്നുള്ളതും അവിടെ ചിന്ത്യമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സ്വരൂപം തന്നെയാണ് അവിടെ. അവ തമ്മിലുള്ളതായ ഭേദങ്ങൾ, ഭേദചിന്തയെ അകറ്റുന്നതാണ് വാസ്തവത്തിൽ അല്ലെ. ഇപ്പൊ ഒരു ദേവി ആ ദേഹത്യാഗം ചെയ്തുവെങ്കിൽ പോലും എന്താകുന്നില്ല, വാസ്തവത്തിൽ അത് അങ്ങനെ ഒരു നാശം അതിന് ഉണ്ടാകുന്നില്ല. ദേഹി നിത്യം അവധ്യോയം. ദേഹി എന്താണ്, എന്നും അവധ്യൻ ആണ് ദേഹി ആത്മാവ് അല്ലെ. ദേഹേ സർവസ്യ ഭാരത തസ്മാത് എന്താണ്, അപരിഹാര്യ അർത്ഥം. അപരിഹാര്യമാണ് മൃത്യു എന്ന് പറയുന്നത്, അപരിഹാര്യമാണ്. ആ മൃത്യു എന്താണ്, മൃത്യു എന്നുള്ളത് എന്താണ്, രണ്ടാമതൊരു ഭാവത്തെ പൂണ്ടതിൻ്റെ നാശമാണ് എന്ന് പറയുന്നത്. കായം, ക എന്നുള്ളത് എന്താണ്, കുത്സിതമായത്, നിന്ദ്യമായ എന്ന അർത്ഥത്തിലാണ് കാ എന്ന് പറയുന്നത്. കാപുരുഷ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, കുത്സിതനായ, നിന്ദ്യനായ പുരുഷൻ എന്നാണ് അർത്ഥം. ദൈവേന ദേയമിതി കാപുരുഷാവദന്തി. എല്ലാം നമുക്ക് ദൈവം തരും അല്ലെ. വാസ്തവത്തിൽ എന്താണ്, ഉദ്യോഗിനം പുരുഷസിംഹം ഉപൈതി ലക്ഷ്മി. ഉദ്യോഗം, നല്ല പരിശ്രമം ചെയ്യുന്ന പുരുഷനെയാണ് ദേവി ആശ്രയിക്കുന്നത്, ഐശ്വര്യ ദേവത കടാക്ഷിക്കുന്നത്. ദൈവേന ദേയം ഇത് കാപുരുഷാഭവന്തി. ദൈവേന ദേയം എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും എന്ന് പറയുന്നത്. കാപുരുഷാഹ എന്ന് പറഞ്ഞാൽ എന്താണ്, കുത്സിതമായ നിന്ദ്യരായ പുരുഷനാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ കാ എന്നുള്ള എന്തർത്ഥത്തെ കാണിക്കുന്നു, കാ എന്നുള്ള കുത്സിതം എന്നുള്ളതിനെ കാണിക്കുന്നു. കായം, നമ്മുടെ ശരീരത്തിനൊരു പര്യായം എന്താണ്, കായം. എന്താണ്, കുത്സിതമായ, ഏറ്റവും നിന്ദ്യമായ വിധത്തിലുള്ളതായ അയം. അയം എന്താണ്, പോക്ക്. ഏറ്റവും ശോചനീയമായ വിധത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ശരീരം. അതുകൊണ്ടാണ് ശരീരത്തെ എന്ത് പറയുന്നത്, കായം എന്ന് പറയുന്നത്. ശരീരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, വിസരണം സംഭവിക്കുന്നത്. വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീകമ്പോസിഷൻ, ഡീകമ്പോസ് ചെയ്യപ്പെടും. അതുകൊണ്ട് ശരീരം, കായം എന്നൊക്കെ നമ്മൾ പറയുന്ന ദേഹമാണ്, ദഹിപ്പിക്കപ്പെടുന്നതും ആണ്. അപ്പോൾ കായം, ശരീരം. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ വിഭാഗീയതകളൊക്കെ നശിച്ചു പോകുന്നതാണ്, എല്ലാം പെരുഷപ്പെടാണ് എല്ലാം. അപ്പോൾ അങ്ങനെയുള്ളതായ ഈ ചൈതന്യം, അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഭേദമില്ല. ആ ഭേദത്തെ കാണിക്കുന്നതാണ്. ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഇരിക്കുന്നുവെങ്കിലും ഇത് രണ്ടും എന്തല്ല, ഇത് രണ്ടും രണ്ടല്ല, ഇത് ഒന്ന് തന്നെയാണ്. ഇങ്ങനെയുള്ളതായ ഈ ഭേദങ്ങളെ എന്താണ്, ഭേദഭാവനയെ അകറ്റുന്നതായ ഈ ചൈതന്യം, ചേങ്കന്നൂർ നിലയത്തിൽ ദേവ ആകാരത്തിൽ വർത്തിക്കുന്നതായ ഈ ചൈതന്യം എന്നും നമുക്ക് മംഗളത്തിന് കാരണമായി തീരട്ടെ. ശിവായ അസ്തു എന്ന് ഇതിന്റെ അർത്ഥം. അപ്പൊ എന്തായി, ഭാഗത്യാഗ പ്രകാര പ്രഭണിതിഗത തത്വം പദാർത്ഥാത്മവൃത്യ വൃത്യാരൂഢ അംബികേശാഹ്വയ പരചിതിയുഗ്മം ശിവായാസ്തു നിത്യം. ചെങ്കന്നൂർ ദിവ്യദേവാലയ നിലയമതോ നഃ സുരേന്ദ്രാദിമൃഗ്യം തപ്തന്തശ്ചന്ദ്രചന്ദ്രാതപമലയജ കാശ്മീരജൈക സ്വഭാവം. വിഭാഗീയ ചിന്താഗതികളെയെല്ലാം പൂർണ്ണമായി നിരാകരിക്കും വിധത്തിൽ മഹാവാക്യത്തിലെ തത്ത്, ത്വം എന്നീ രണ്ടു പദങ്ങളിൽ വിവക്ഷിക്കുന്നതാം
പരമാത്മാവിനെയും ജീവാത്മാവിനെയും ഒന്നായറിഞ്ഞു വർത്തിച്ചുകൊണ്ടും മനസ്സാകും തപ്തചന്ദ്രന് കുളിർമയേകും നിലാവ് ചന്ദന കുങ്കുമമിത്യാദികളായി പ്രവർത്തിച്ചും ഇന്ദ്രാദിദേവതാഗണം തേടും വിധത്തിൽ ചെങ്ങന്നൂരിലെ ദിവ്യദേവാലയം സ്വവസതിയാക്കി സാധക ബുദ്ധിയിൽ ആരൂഢമായിരുന്നും ഒന്നെങ്കിലും അംബിക മഹേശ്വരൻ എന്നീ ദേവതാസന്നിധികളായി നിത്യം വിരാജിക്കുമാ പരബ്രഹ്മപ്പൊരുൾ നമുക്കെല്ലാം മംഗളകാരിയായി ഭവിച്ചിടട്ടെ. നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ത്വദ്രൂപം ഇതല്ല. യത്തേജോ ബ്രഹ്മനാഡ്യുദ്ഗത ഭുജഗവധൂ ചാലനാക്ഷിപ്ത സോമാ സിക്തം സംഭാവ്യതേ സ്മത്സുധിത ഹൃദയ നാളീല സത്കർണികായാം ശംനഃ പുഷ്ണാതു കൃഷ്ണഃ സകല ഭുവന ലാവണ്യ കാണ്ഡൈക പണ്യസ്ഥാന ശ്വേതാശ്വസാരത്യഭിത പരഗുരു സോയമാറന്മുളേശ. ചെങ്ങന്നൂരിൽ പോയി ആറന്മുളയ്ക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോ. അപ്പോ എന്താണ്? യത് തേജഃ, ഏതൊരു തേജസ്സാണ്. യത് തേജഃ ബ്രഹ്മനാഡ്യുദ്ഗത ഭുജഗ വധൂ ചാലനാക്ഷിപ്ത സോമാസിക്തം എന്നാണ്. യത് തേജഃ ബ്രഹ്മനാഡ്യുദ്ഗത ഭുജഗവധൂ ചാലനാക്ഷിപ്ത സോമാസിക്തം സംഭാവ്യതേ അസ്മത്സുധിത ഹൃദയ നാളീലസത്കർണികായാം ശം നഃ പുഷ്ണാതു കൃഷ്ണഃ സകല ഭുവന ലാവണ്യ കാണ്ഡൈക പണ്യസ്ഥാനഃ ശ്വേതാശ്വസാരത്യഭിത പരഗുരുഃ സഹ അയം ആറന്മുളേശഃ. ആ ആറന്മുളേശൻ, ആറന്മുളയ്ക്ക് ഈശനായി ഇരിക്കുന്ന ആ ദേവൻ എന്നർത്ഥം. ആറന്മുള, അസ്മത്, ആ ദേവൻ എന്തായിരിക്കട്ടെ? അസ്മത് നമ്മുടെ, എന്താണ്? നമുക്ക്. ആരാണ് ഈ ദേവൻ? കൃഷ്ണനാണ്. നഹ ശം പുഷ്ണന്തു, നമുക്ക് ശം. ശം എന്താണ്? സൗഖ്യം, സുഖം. സുഖത്തെ പുഷ്ണാതു, പുഷ്ണാദി എന്ന് പറഞ്ഞാൽ അർത്ഥം പോഷിപ്പിക്കുന്നു. നമുക്ക് സുഖത്തെ പോഷിപ്പിക്കട്ടെ, കൂടുതൽ കൂടുതൽ നമുക്ക് സുഖത്തെ നൽകുമാറാകട്ടെ. സുഖപ്രദാദിയായി, സുഖപ്രദാനം ചെയ്യുന്ന ശക്തിയായി ഭവിക്കട്ടെ എന്നർത്ഥം. എങ്ങനെയുള്ളതാണ്? അസ്മത്സുധിത ഹൃദയനാളീ ലസത്കർണികായാം. അസ്മാകം നമ്മുടെ അഥവാ ഞങ്ങളുടെ ശുദ്ധമായിരിക്കുന്ന, ശോധനം ചെയ്യപ്പെട്ടിരിക്കുന്ന, ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ഹൃദയനാളികളിൽ, ഹൃദയനാളി അതിൽ പരിലസിക്കുന്ന കുണ്ടലത്തിൽ, അസ്മാകം ഹൃദയനാളിയിൽ പരിലസിക്കുന്ന കുണ്ടലത്തിൽ, അതിൽ ഒരു കുണ്ടലം പരിലസിക്കുന്നുണ്ട്. ആ കുണ്ടലം ഏതാണ് എന്ന് പറയാൻ പോകുന്നു. അതിൽ പരിലസിക്കുന്നതായ ഏതൊരു തേജസ്സാണോ, നമുക്കറിയാം കുണ്ടലിനി ശക്തി അവിടെ സ്ത്രീരൂപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുണ്ടലിനി ശക്തിയെ നമ്മുടെ ധ്യാനങ്ങളിലെല്ലാം, ആരാധനയിലെല്ലാം എന്താണ് ചെയ്യുന്നത്? ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തി നമ്മൾ എന്ത് ചെയ്യാണ്? ഉയർത്തി കൊണ്ടുവന്ന് ആജ്ഞാചക്രത്തിലെത്തിച്ച് അവിടെ നിന്ന് സഹസ്രാരത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ പൂജാവിധികളിലൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള അതിൻ്റെ ആ ശക്തി ഉണർന്നു വരുമ്പോൾ അവിടെ പ്രകാശിക്കുന്ന കുണ്ടലമുണ്ട്, ഒരു കുണ്ടലം. ആ കുണ്ടലത്തിൽ, കുണ്ടലം എന്ന് പറഞ്ഞാൽ എന്താണ്? കർണാഭരണമാണ്, നമുക്കറിയാം. അങ്ങനെ ആ കുണ്ടലത്തിൽ ഏതൊരു തേജസ്സാണോ പ്രകാശിക്കുന്നത്, ഏതൊരു തേജസ്സാണോ പ്രകാശിക്കുന്നത്, അതെങ്ങനെയാണ്? അത് ബ്രഹ്മനാഡ്യുദ്ഗത
ഭുജഗവധു ചാലനാക്ഷിപ്ത സോമാസിക്തം ആണ് ആ തേജസ്. എങ്ങനെ ഈ ഒരു തേജസ് കുണ്ടലിനിയിൽ നിന്ന് ഉണർന്നു വന്ന് സഹസ്രാരത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ശക്തി ഉണരുന്നതിനനുസരിച്ച് അതിനെന്തുണ്ട്, അത് ഓരോ സ്ഥലത്തും എത്തുന്ന സമയത്ത് അതിനൊരു പ്രത്യേകമായ തേജസ് ഉണ്ട്. ആറന്മുള എന്ന് പറയുമ്പോൾ എന്താണ്, 6 മുളകളുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 മുളകള്. എന്താണ് ഈ 6 മുളകളായി പറഞ്ഞിട്ടുള്ളത് അല്ലെ? മുളകൾ എന്ന് പറയുമ്പോൾ അത് അങ്കുരിക്കലാണ് ഓരോ സ്ഥലത്ത് അല്ലെ, ചൈതന്യത്തിന്റെ ഒരു പ്രകാശനമാണ് അവിടെ പറയുന്നത്. നമ്മൾ ജെർമിനേഷൻ എന്നൊക്കെ സാധാരണഗതിയിൽ പറയും. പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ തന്നെ എന്താണ്, ക്ഷേത്രങ്ങൾക്ക് എന്തുണ്ട്, ഈ ക്ഷേത്രങ്ങളിൽ വേണ്ടതായ നവധാന്യങ്ങളൊക്കെ മുളപ്പിക്കുന്ന ഒരു സ്ഥാനമുണ്ട് ക്ഷേത്രങ്ങൾക്ക് ഇല്ലേ? ആ ക്ഷേത്രങ്ങള് അല്ലെ, നമ്മൾ സാധാരണ നാലമ്പലം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് നാലമ്പലം എന്ന് പറയുന്നത് രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും പ്രതിഷ്ഠിതമായിരുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന. പക്ഷെ അങ്ങനെയല്ല. നാലമ്പലം എന്ന് പറയുന്നത് എന്താണ്, ക്ഷേത്രത്തിന്റെ തിടപ്പള്ളി എന്ന് പറയുന്ന ഭാഗമാണ് ഈ നാലമ്പലം എന്ന് പറയുന്നത്. നാലമ്പല ദർശനം, നമ്മൾ ക്ഷേത്രത്തെ സന്ദർശിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നാലമ്പലത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇന്നിപ്പോ നമ്മൾ പലപ്പോഴും ദർശനങ്ങളിൽ നിന്ന് വിട്ടുപോയി ആചാരങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ഒരു നിദർശനം കൂടിയാണ് ഇന്ന് പറയുന്നതായ നാലമ്പല ദർശനം. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആയിക്കൊള്ളട്ടെ. പക്ഷെ എന്താണ്, അതോടൊപ്പം നാലമ്പലം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയാണ് ശരിക്കും നാലമ്പലം എന്ന് പറയുന്നത്. അതിന്റെ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ ഈ നവധാന്യങ്ങളൊക്കെ മുളപ്പിക്കുന്നതും ദേവന് നിവേദ്യമായി നൽകാനുള്ള അന്നം പാകം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളത് എവിടെയാണ്, പാകപ്പെടുത്തുന്ന സ്ഥലമാണ് ഈ നാലമ്പലം എന്ന് പറയുന്ന ഭാഗം. അപ്പോ ഏതാണ്ട് നമ്മുടെ ശരീരത്തിന്റെ വിജ്ഞാനമയ കോശം എന്ന് പറയാവുന്ന ഒരു ഭാഗമാണ് ഇത് ഈ പറയുന്നതായ ഈ നാലമ്പലം എന്ന് പറയുന്നത്. അപ്പോ അവിടെ എന്താണ്, അപ്പൊ അത് അങ്കുരിക്കുക, മുളയ്ക്ക എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ചൈതന്യത്തിന്റെ പ്രവാഹമാണ് ശരിക്കും അല്ലെ. ഒരു വിത്തിൽ സുഷുപ്തി അവസ്ഥയിലിരിക്കുന്ന, ഡോർമെന്റ് ആയിരിക്കുന്ന ഒരു ചൈതന്യം, അതിന്റെ എല്ലാ മുളകളും അതിന്റെ ആവരണങ്ങളെയെല്ലാം പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരലാണ് ഈ അങ്കുരിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആറന്മുള എന്ന് പറയുന്നതും പ്രാണിഗാത്രത്തിലുള്ള 6 ചക്രങ്ങളെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപുരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറയുന്ന 6 ചക്രങ്ങളുണ്ട്. ഈ ചക്രങ്ങളെ ഉണർത്തുന്നതായ ആ സ്ഥാനം അത് കൽപ്പിച്ചുകൊണ്ടാണ് ഈ ആറന്മുള എന്ന് പറയുന്നത് തന്നെ. അല്ലാതെ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന എന്താണ് അർത്ഥതലങ്ങളല്ല അവിടെ, വെറും ഒരു 6 എന്നുള്ള സങ്കല്പം അല്ല അത്. അപ്പൊ ഇതിനെ ഉണർത്തുന്ന വിധത്തിലുള്ളതായ എന്താണ് ഈ ചക്രങ്ങൾ. അപ്പൊ ധ്യാനത്തിൽ എന്ത് ചെയ്യുന്നു, ഈ ഓരോ ചക്രത്തിലൂടെയും ഓരോ സ്ഥാനത്തിലൂടെയും കുണ്ടലിനി ശക്തി ഉണർന്നു വരുമ്പോൾ അതിൻ്റെ തേജസ് അവിടെ പ്രകടമായി കാണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തായിട്ടാണ്, അപ്പോൾ ആറന്മുള ഈശനെ ആരാണ് അവിടെ, പാർത്ഥസാരഥിയാണ്. നമുക്ക് അറിയാം, പാർത്ഥനെ അർജുനന്റെ ഏരാളിയായി ഭഗവാൻ തന്നെ നിന്നതായ ആ ഒരു ഭാവത്തിലാണ് അവിടെ നിൽക്കുന്നത്, തേര് തെളിക്കുന്നവനായിട്ടാണ്. അപ്പോ എന്താണ്, ആ രാജനാണ് ശരിക്ക്, രാജാവാണ് ശരിക്ക്. എന്നിട്ടും എന്താണ്, തേരാളിയായിട്ട് അവിടെ വർത്തിക്കുന്നു, തന്റെ ഭക്തനായ അർജുനനെ അവന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തേർ തെളിച്ചുകൊണ്ട് വരുന്നതായ ആ ഒരു തേജസ്. ഏത് തേജസ്സാണോ ബ്രഹ്മനാഡ്യുദ്ഗത ഭുജഗവധു ചലനാക്ഷിപ്ത സോമാസിക്തം ആയിട്ട് അനുഭവപ്പെടുന്നത് എന്താണത് എന്നാണ് പറഞ്ഞത്. ബ്രഹ്മനാഡിയിൽ, ബ്രഹ്മനാഡി എന്താണ്, നമ്മുടെ നാഡി അറിയാമല്ലോ, ബ്രഹ്മനാഡിയിൽ നിന്ന് ഉയർന്നു പോയ, അതിന്റെ ഏറ്റവും അത് വർത്തിക്കുന്ന ഏറ്റവും ആധാരമായി വർത്തിക്കുന്നത് മൂലാധാരത്തിൽ നിന്ന് ഉണർന്ന് മുകളിലേക്ക് നീങ്ങുന്നതായ നാഗവധു, കുണ്ടലിനി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം,
നാഗവധു, പെണ്ണാഗം എന്നാണ് അർത്ഥം. അപ്പൊ ഈ പെണ്ണാഗം അവിടെ നിന്ന് ഉണർന്നുകൊണ്ട് നാഗവധുവിന്റെ ചലനത്താൽ ആകർഷിക്കപ്പെടുന്ന ചന്ദ്രനാൽ സേചനം ചെയ്യപ്പെട്ടതായിട്ട്, ചന്ദ്രന്റെ തേജസ് അതിലേക്ക് സംക്രമിച്ചതായിട്ട് തോന്നുകയാണ്. അപ്പൊ ഈ നാഡിയിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? ഈ നാഡിയിൽ സുഷുമ്നയിൽ ഒരു ചന്ദ്ര തേജസ് ഉണ്ട്. അത്യന്തം ശൈത്യമാർന്ന ശീതളിമയാർന്ന ഒരു തേജസ് ഈ നാഡിയിൽ ഉണ്ട്. അപ്പൊ ഈ കുണ്ടലിനി ഉണർന്ന് ഉയരുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ കുണ്ടലങ്ങൾ ഇതിലുള്ള ഈ സുഷുമ്നയിലുള്ള ചന്ദ്രികയാൽ പ്രകാശിതമായി അത് മുകളിലേക്ക് പോകും. അപ്പൊ ഇതിനെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു തരികയാണത്. ഈ കുണ്ടലിനി ശക്തിയാകുന്നതായി ഈ ദേവി ഉയർന്നു പോകുമ്പോൾ അതിൻ്റെ കർണങ്ങളിലുള്ള കർണകുണ്ടലങ്ങൾ എന്താകുന്നു? പ്രത്യേകമായി സുഷുമ്നാന്തർഗതമായ ചന്ദ്രികയാൽ പ്രകാശിതമായി തീരുന്നു. പ്രത്യേകമായി അത് പ്രകാശിതമായി തീരുന്നു. അങ്ങനെ പ്രകാശിതമായി തീരുന്നതായ ആ ചന്ദ്രനാൽ സേചനം ചെയ്യപ്പെടും. സേചനപ്പെടുക എന്ന് പറഞ്ഞാൽ നനയ്ക്കപ്പെടുക. അതിനാൽ പ്രകാശിതമായി തീരുന്നതായ ആ തേജസ്സായി സംഭാവ്യത ആശങ്കിക്കപ്പെടുന്നു. അപ്പോ ഈ തേജസ് എന്താണ്? അത് ഇപ്രകാരം ഈ ദേവിയുടെ അഥവാ ഈ കുണ്ടലിനി ശക്തിയുടെ എന്താണ് കുണ്ടലങ്ങൾ പ്രകാശിക്കുന്നതായിട്ട് അത് ആശങ്കിക്കപ്പെടുന്നു. എന്നിട്ട് എങ്ങനെ ഇരിക്കുന്നത്? സകല ഭുവന ലാവണ്യ കാണ്ഡൈക പണ്യസ്ഥാന, സകലമായ ഭുവനത്തിനും ലാവണ്യത്തിന്റെ ഏക പണ്യസ്ഥാന. പുല്ലിംഗത്തിലാണ് ആ പ്രയോഗം. എന്താണ്? അതിന് ഏക പണ്യസ്ഥാനം. പണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിപണനം ചെയ്യുന്നതിന് അർഹമായത്. വിപണനം, ആപണം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? വിപണനം നടക്കുക. അതാണ് ആപണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്. എന്തുകൊണ്ടാ മാർക്കറ്റിന്റെ ആപണം എന്ന് പറയുന്നത്? അവിടെ വിപണനം നടക്കുന്നു അല്ലെ? എന്നിട്ട് അതിന്റെ ഒരു എക്സ്ചേഞ്ച് ആണ്, കൊടുക്കലും വാങ്ങലും നടക്കുന്ന സ്ഥലമാണ്. അപ്പോ ഈ തേജസ്സിന്റെ ഏക പണ്യസ്ഥാനം, വിപണന സ്ഥാനമായിട്ടാണ് ആര് വർത്തിക്കുന്നത്? ഇവിടെ പാർത്ഥസാരഥി വർത്തിക്കുന്നത്. അപ്പൊ ഈ തേജസ്സിനെ പ്രദാനം ചെയ്യാൻ ഏത് ജീവിയിലും ഏത് സ്ഥാനത്തും ഈ തേജസ്സിനെ എന്താണ് ഈ ആത്മീയമായ തേജസ്സിനെ പ്രദാനം ചെയ്യുന്നതിന് സകല ലോകത്തിനും ലാവണ്യ സഞ്ചയത്തിന് ഒരേ ഒരു വിപണന സ്ഥാനമാണ് ഈ ദേവൻ. അപ്പൊ ഈ തേജസ്സിനെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? ഈ ഹൃച്ചന്ദ്രികയ്ക്ക് എന്താ ആസ്ഥാനമായി വർത്തിക്കുന്നത് ഈ ദേവനാണ്, ഈ പാർത്ഥസാരഥിയാണ്. അങ്ങനെ വർത്തിക്കുന്ന ശ്വേതാശ്വസാരഥി എന്ന് അഭിധാനവും ഉണ്ട് ഇവിടെ വരുമ്പോൾ. ശ്വേതാശ്വന്റെ സാരഥിയുമാണ് ഈ തേജസ്. ഈ തേജോ വിപണനം ചെയ്യുന്നവനായ ഈ ദേവൻ. സ്ഥാനം എന്ന പദം നപുംസലിംഗമാണ്. സ്ഥാനമായി വർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഈ തേജസ്സിന് സ്ഥാനഹ എന്ന് പുല്ലിംഗം അവിടെ പ്രയോഗം. അല്ലെങ്കിൽ സ്ഥാനം എന്നൊരു നപുംസലിംഗമല്ലേ എന്ന് നമുക്ക് തോന്നാം. അപ്പൊ അതിന് ഒരേ ഒരു വിപണന സ്ഥാനമായി വർത്തിക്കുന്നവൻ എന്നാണ് അതിന് അർത്ഥം. അങ്ങനെ ശ്വേതാശ്വനായിരിക്കുന്ന അർജുനനെ സാരഥി എന്ന അഭിധാനത്തോട് കൂടിയവൻ. സാരഥി എന്ന് പറഞ്ഞാൽ തേരാളി എന്ന അഭിധാനത്തോട് കൂടിയിരിക്കുന്നു. പാർത്ഥന്റെ സാരഥി എന്ന് അഭിധാനത്തോടു കൂടി ഇരിക്കുന്നു. അങ്ങനെ അഭിധാനത്തോടു കൂടിയിരിക്കുന്നവനായ ഈ ദേവൻ ആരാണ്? പരഗുരുവും ആണ്. പരമമായ ഗുരുവായിരിക്കുന്നവനുമാണ് ഈ ദേവൻ അല്ലെ? അർജുനൻ എന്താണ് പറഞ്ഞത്? കൃഷ്ണനോട് പറഞ്ഞത് അങ്ങ് ഗുരുവാണ്, ഞാൻ ശിഷ്യനാണ്, എന്നെ ഉപദേശിച്ചാലും എന്നല്ല പറഞ്ഞത്. കർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. അറിഞ്ഞുകൂടാ, കൃപണനാണ് ഞാൻ. ഞാൻ ബ്രാഹ്മണനല്ല, കൃപണനാണ്. ബ്രാഹ്മണൻ എന്നുള്ളതിന്റെ വിപരീതമായിട്ട് കൃപണൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്ന
കൃപണന് വിപരീതമായിട്ട് ബ്രാഹ്മണൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ബൃഹദാരണ്യകോപനിഷത്താണ് പറയുന്നത്. ഗാർഹിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് യാജ്ഞവൽക്യൻ. യത്തു ഏതദ്വിദിത്വാ ഗാർഗി അസ്മാൽ ലോകാത് പ്രൈതി സബ്രാഹ്മണഃ. ഈ പരമമായ തത്വത്തെ അറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പോകുന്നവനാണ് ബ്രാഹ്മണൻ. ഈ ലോകത്ത് പോവാന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിന്റെ സുഖദുഃഖങ്ങളിൽ നിന്നെല്ലാം, ലോകത്തിന്റെ വ്യവഹാരങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നവനാണ് ബ്രാഹ്മണൻ. അവൻ ലോകത്ത് ജീവിച്ചാലും എന്തുപോലെയാണ്? വെള്ളത്തിൽ കിടക്കുന്ന താമരയില പോലെയാണ്. എന്ത് ചെയ്യുന്നില്ല? അത് വെള്ളം അതിൽ പറ്റുന്നതേയില്ല. ഇങ്ങനെ യഹ അസ്മാൻ ലോകാത് പ്രൈതി സഹ ബ്രാഹ്മണ, അവനാണ് ബ്രാഹ്മണൻ. അല്ലാതെ എന്തല്ല? ബ്രാഹ്മണനായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവനല്ല ബ്രാഹ്മണൻ. യസ്തു ഗാർഗി യസ്തു ഏതത് അവിദിത്വ അസ്മാൻ ലോകാത് പ്രൈതി സഹ കൃപണ. ഏതൊരാളാണോ ഇത് അറിയാതെ ഈ ലോകത്ത് നിന്ന് പോകുന്നത് അവനാണ് കൃപണൻ. അപ്പൊ ബ്രാഹ്മണനും കൃപണനും നല്ല വ്യത്യാസം പ്രകാശിപ്പിക്കുന്ന രണ്ട് പദങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണന്റെ വിപരീതമായിട്ട് കൃപണൻ എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഛാന്തോഗ്യോപനിഷത്തിൽ. അപ്പോ ആ സ്വഭാവമാണ് എനിക്ക് കാർപ്പണ്യദോഷോപഹത സ്വഭാവ. കാർപ്പണ്യം, കൃപണത്വം, കൃപണനായിരിക്കുന്നു ഞാൻ. അതുകൊണ്ട് അതാണ് എൻ്റെ സ്വഭാവം തന്നെ. അതാണ് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. അല്ലേ? ഒരാളെ കണ്ടു, അത് അദ്ദേഹം എന്താണ്? എൻ്റെ ഗുരുവാണ്, എൻ്റെ ശിഷ്യനാണ്, മകനാണ്, പുത്രനാണ്, പൗത്രനാണ്. ഇതൊക്കെ പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ്? അറിഞ്ഞുകൂടാ എനിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കാണ്, ധർമ്മ സമ്മൂഢചേതാഹ. ധർമ്മത്തിന്റെ കാര്യത്തിൽ മൂഢമായ ചേതസ്സോട് കൂടിയവനാണ് ഞാൻ. അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, ഏതാണ് യശ്രേയ പരമം? പരമമായ ശ്രേയസ് എന്താണ് എന്ന് പറഞ്ഞു തരൂ എനിക്ക്. ഞാൻ ശിഷ്യനാണ്. ശാധി, എന്നെ ഉപദേശിച്ചാലും. പ്രപന്നം മാം ശാധി എന്ന് പറയുന്നു. അപ്പോ അങ്ങനെ ആ ഗുരുവായിരിക്കുന്നവനാണ് ഈ ദേവൻ. പരമഗുരുവായിരിക്കുന്ന സഹ അയം ദേവഹ, ആറന്മുളയ്ക്ക് അധിപനായി വർത്തിക്കുന്ന ആ ദേവൻ ഭഗവാൻ നമുക്ക് മംഗളപ്രദായിയായി തീരട്ടെ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഈ പ്രാർത്ഥനയാണ് ഇതിൽ അന്തർലീനമായിരിക്കുന്നത്, അഥവാ ഇതിന്റെ അർത്ഥം തന്നെ അതാണ്. അപ്പൊ ഈ വിധത്തിൽ ഈ പാർത്ഥസാരഥി നമുക്ക് മംഗളം പ്രദാനം ചെയ്യട്ടെ എവിടെയാണെങ്കിലും, അല്ലെ? ഈ അപ്പൊ ദേവിയുടെ കർണപൂരത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ ശക്തിയിലും എന്താണ് വാസ്തവത്തിൽ അതിന് ആ തേജസ്സിനെ നൽകുന്നത് എന്താണ്? ഈ കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ കൃഷ്ണനെ തന്നെ പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മളെപ്പോഴും കൃഷ്ണനിൽ തന്നെ ആ മകരാഭകുണ്ടല യുഗം, അല്ലെ, നാരായണീയത്തിൽ പറയുന്നത് ഒരുവിധം ആളുകളുടെ ഒക്കെ മനസ്സിലുള്ള ശ്ലോകമാണത്, അല്ലെ? സൂര്യസ്പർദ്ധികിരീടം ഊർധ്വത്തിലൊക്കെ എന്തൊരു പ്രൗഢമായ, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ രൂപത്തെ അങ്ങ് മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലിയാൽ, ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി, അത് മനസ്സിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ്. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലക പ്രോദ്ഭാസിഭാലാന്തരം കാരുണ്യാകുല നേത്രം. അല്ല, അപ്പോഴും നേത്രം എങ്ങനെയാണ്? കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസ നസുനാസാപുടം ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം. ഈ കുണ്ടലത്തെയാണ് ഇവിടെ പറയുന്നത്. ഗണ്ഡത്തിൽ ഉദ്യത്തായിരിക്കുന്ന മകരാഭകുണ്ടലയുഗം, മകരത്തിന്റെ ആകൃതിയിൽ ഗണ്ഡത്തിൽ പരിലസിക്കുന്നതായ ആ കുണ്ടലം. ആ കുണ്ടലം തന്നെയാണ് എവിടെ പറഞ്ഞത്? ഈ കുണ്ടലിനി ശക്തി ഉയർന്നു പോകുമ്പോൾ നമ്മളിൽ ഭാസിക്കുന്നതായ ആ കുണ്ടലം അതാണ്. ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം കണ്ടോജ്വല കൗസ്തുഭം. കണ്ടത്തിൽ എന്താണ്? ഉജ്ജ്വലിക്കുന്നതായ കൗസ്തുഭമുണ്ട്. ഇങ്ങനെയുള്ള യദ്രൂപം വനമാല്യഹാര പടല ശ്രീവത്സ ദീപ്രം ഭജേ. ശ്രീവത്സം കൊണ്ട് ദീപ്രമായിരിക്കുന്ന ആ രൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്? ആ രൂപം തന്നെയാണ് എന്താണ്? ഈ കുണ്ടലിനി ശക്തി ഉയർന്നു പോകുമ്പോൾ ഓരോ മുകുളത്തിലും ഓരോ മുളയിലും എത്തുമ്പോൾ നമ്മൾ സവിശേഷമായി പ്രകാശിക്കുന്നത് അതാണ്. അത് എന്താണ്? എന്നിട്ട് ആജ്ഞാചക്രത്തിലെത്തുമ്പോൾ എന്താണ്? അവിടെ ഈ ധ്യാനത്തിന്റെ അഥവാ നമ്മൾ ചെയ്യുന്ന പൂജാവിധിയുടെ ഒരു തത്വം കൂടെ അവിടെ പറയുന്നുണ്ട്. ആ സമയവിധി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സമയാചാരം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയാചാരത്തിലും എന്താണ്? ഈ കുണ്ടലിനി ശക്തി ആജ്ഞാചക്രത്തിലെത്തുമ്പോൾ ആ രൂപം
പൂർണ്ണമായും മനസ്സിൽ അങ്ങോട്ട് തെളിയുമെന്ന്. അത് അല്പസമയത്തേക്ക് അതുള്ളൂ. അതെന്താണ്? മുഹൂർത്തമാണ് അത്. അതിൽ അങ്ങനെ നിൽക്കാൻ, സ്ഥിരമായി നിൽക്കാൻ കഴിയില്ല. നമ്മൾ സമാധി പറയാറില്ലേ? ഏതിലാണ് സമാധി നമ്മൾ പറയുന്നത്? അഷ്ടാംഗ യോഗത്തിൽ നമ്മൾ സമാധിയെ പറ്റി പറയാറുണ്ട്. ആ സമാധിയിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിന്നാൽ എന്താണ്? നമ്മൾ ലോകബന്ധമില്ലാത്തവരായി അങ്ങോട്ട് പോകും. അത് ഏറ്റവും അവസാനത്തിൽ മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പൂജാവിധിയിൽ തന്നെ തെളിഞ്ഞു വരുന്ന ആ രൂപത്തെയാണ് അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പിന്നെ ദേവിയിലും ഈ രൂപം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോ എന്താണ്, നമ്മൾ നാരായണീയത്തിലെ ശ്ലോകം നമ്മൾ എടുത്തു പറഞ്ഞു, സൂര്യസ്പർദ്ധി കിരീടം എന്നുള്ളതിന്. ദേവിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആ കുണ്ടലത്തെ പറയുന്നുണ്ട്. എന്താണ്? കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല, അല്ലെ? ആ ഏതാണ്, നമ്മൾ ദേവിയെ സ്തുതിക്കുന്ന സമയത്ത് ലളിതാ സഹസ്രനാമത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കൃതിയാണ് കേട്ടോ. ലളിതാ സഹസ്രനാമം കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കേണ്ട ഒരു കൃതിയാണ്. അതായത് നല്ല ഭാവനയെ ഉണർത്താൻ കഴിവുള്ള ഒരു കീർത്തനമാണ് ശരിക്ക് ഈ ലളിത സഹസ്രനാമം. വെറുതെ 1000 പേര് എന്നുള്ളതല്ല, അതിന് വളരെ മനോഹരമാണ് അതിലെ കൽപ്പനകൾ, അല്ലെ? ആ വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന, ശരിക്കും അവിടെ കവിത്വം നിറഞ്ഞു തുളുമ്പാണ്. വക്ത്രലക്ഷ്മി, ആ മുഖകാന്തിയാകുന്ന അതിന്റെ പരീവാഹം. വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന, അതിൽ ചലിക്കുന്ന മീനങ്ങളെ പോലെയുള്ള കണ്ണുകളോട് കൂടി ഭാവനയെ അങ്ങോട്ട് ഉണരല്ലേ കുട്ടികളെ. കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു ശ്ലോകം വേണ്ടി ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ എന്ത് പഠിപ്പിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ലളിതാ സഹസ്രനാമം പഠിപ്പിക്കുക എന്നാണ് പറയാം, കുട്ടികളുടെ ആ ഭാവന ഉണരുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ താടങ്കയുകളീ ഭൂത തപനോടുപമണ്ഡല, 2 താടങ്കങ്ങളായിട്ട്, അല്ലെ? താടങ്കയുകൾ 2 കുണ്ടലങ്ങളായി പരിരസിക്കുന്ന അതെന്താണ്? അത് തപനനും പിന്നെ എന്താണ്? ഒന്ന് ചന്ദ്രനും, ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും. എന്നാ പിന്നെ എന്തുകൊണ്ട് ആ പ്രതാപത്തോടു കൂടിയ സൂര്യനെ പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് ചന്ദ്രനെ തന്നെ പറഞ്ഞത്? അവിടെയാണ് ഭക്തന്മാർക്ക് എപ്പോഴും വേണ്ടത് എന്താണ്? ഒരു ശീതളിമയാണ് വേണ്ടത്. ഇങ്ങനെ ഉജ്ജ്വലമായ ഒരു ഭാവമുണ്ടെങ്കിലും എന്താണ്? അതിന്റെ ഏറ്റവും മൃദുലമായ ആ ഭാവമാണ് ഭക്തർക്ക് മുമ്പിൽ പ്രകാശിതമായിരിക്കുന്നത്. ഒരമ്മയും അങ്ങനെ തന്നെയല്ലേ? അമ്മയിൽ എന്തുണ്ട്? അമ്മയിൽ ദുർഗയുണ്ട്, പിന്നെ എന്താണ്, അന്നപൂർണേശ്വരിയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അമ്മ എന്താണ്? ഏറ്റവും ശൈത്യമാർന്ന ശീതളമയാർന്ന ഭാവത്തോട് കൂടിയിട്ടാണ് ആരെ സമീപിക്കുന്നത്? കുഞ്ഞുങ്ങളെ സമീപിക്കുന്നത്. കുറുമ്പ് കാണിച്ചാൽ ദുർഗയായിട്ട് മാറും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താണ്? എപ്പോഴും സൗമ്യമായ ഭാവത്തിലാണ്. അതുകൊണ്ടാണ് ഈ ചന്ദ്രികയെ തന്നെ ഇവിടെ പ്രകാശിക്കുന്നതായി പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ആരാധനയുടെ ആരംഭത്തിൽ തന്നെ എന്തായിരിക്കുകയാണ്? അത് ആ പ്രകാശം ഉണർന്ന് ഓരോ ചക്രത്തിലും എത്തി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെയുള്ള രൂപം, ആ ചൈതന്യം മുഴുവൻ പ്രദാനം ചെയ്യുന്ന ആരാണ്? ഈ ഗുരുവായിരിക്കുന്ന സർവസന്ദേഹഹാരിയായിട്ടുള്ള ദ്വാപരങ്ങളിൽ എന്താണ് ലക്ഷ്യത്തെ നിർണയം ചെയ്യുന്നതിന് പറ്റിയ പരമ ആചാര്യനായി വർത്തിക്കുന്ന ആ ഗുരു. അദ്ദേഹം എവിടെയാണ്? അർജുനനെ കർമ്മോന്മുഖനാക്കി തീർത്തു. നീ നിന്റെ കർമ്മം അനുഷ്ഠിക്കുക. നീ ക്ഷത്രിയനായിരിക്കുന്നത് ക്ഷതങ്ങളിൽ നിന്ന് ത്രാണം ചെയ്യുന്നതിനാണ്. അതുകൊണ്ട് നീ ഈ ധർമ്മ്യമായ സംഗ്രാമം ചെയ്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ക്ഷത്രിയൻ എന്ന് പറഞ്ഞ് ഇരിക്കുന്നത്. ഓരോ സ്ഥാനത്തും അയാൾ എന്ത് ചെയ്യണം? അയാളുടെ കർമ്മമാണ് അയാൾ ചെയ്തത്. അപ്പുറത്ത് എന്താണ് അത് നോക്കാൻ അവിടെ വേറെ ആളുകളുണ്ട്, അല്ലേ? ഞാൻ തന്നെ സർവേശ്വരനാണ് എന്ന് ഭാവിച്ചാലാണ് ഞാൻ എൻ്റെ കർമ്മം ചെയ്യുമ്പോൾ അപ്പുറത്തെ സ്ഥിതി എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് വേണ്ട. നീ എന്താണ്? അതിനാണ് നിന്നെ നിയോഗിച്ചിട്ടുള്ളത്. നിന്റെ കർമ്മം നീ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞ് അർജുനനെ എന്താക്കി തീർത്തു? തൻ്റെ കർമ്മത്തിൽ. അതാണ് ഗുരുവിന്റെ മറ്റെന്താണ്? അന്ധകാരമാണ്. അത് നീ നോക്കണ്ട. നീ എന്ത് ചെയ്യുക? നീ രക്ഷപ്പെടുത്തുക. നിന്റെ കർമ്മം ജനങ്ങളെ രക്ഷിക്കുക, അല്ലെ? ക്ഷതാത് ത്രായതേ ഇത് ക്ഷത്രിയ. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ ആളുണ്ട്. അതിനാണ് ഏകോഹം ബഹുസ്യാം. ഒന്നായി ഞാൻ പലതായിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഒന്ന് തന്നെ ആയിരുന്നാൽ പോരെ. പലതായിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കർമ്മങ്ങൾ പലതാണ്, അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ ആ പരമ ആചാര്യൻ
നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. പാർത്ഥസാരഥി നമുക്കും സാരഥിയായിരിക്കട്ടെ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് നമ്മുടെ തേരിന്റെ, നമ്മുടെ ശരീരം, അല്ലെ, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഇത് തന്നെയാണ് എന്തും, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ രഥവും. ആത്മാനം രഥിനം വിദ്ധി, ശരീരം രഥമേവത്തു. ആ രഥത്തെ അദ്ദേഹം തന്നെ നയിക്കട്ടെ എന്ന് ഇതിനർത്ഥം. യത്തേജോ ബ്രഹ്മനാഡ്യുദ്ഗത ഭുജഗവധൂ ചാലനാക്ഷിപ്ത സോമാസിക്തം സംഭാവ്യതസ്മത് ശുതിത ഹൃദയ നാളീല സത്കർണികായാം ശബ്ന പുഷ്ണാത് കൃഷ്ണ സകല ഭുവന ലാവണ്യ കാണ്ഡൈക പണ്യസ്ഥാന ശ്വേതാശ്വസാരത്യഭിത പരഗുരു സോയമാറന്മുളേശ. സമയം എന്തായാലും എനിക്കിവിടെ കാണാനില്ല, എൻ്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ സമയം കാണിക്കുന്നില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. 24-ാമത്തെ ശ്ലോകം. ഞങ്ങളുടെ സംശുദ്ധമാം ഹൃദയനാളിയിലിരിക്കും കുണ്ടലത്തിളക്കത്തോടെ അങ്കുരിക്കുമേതൊരു തേജസ്സാണോ ബ്രഹ്മനാടിയിൽ നിന്നുയരും നാഗവധുവാം കുണ്ടലിനി സർപ്പത്തിൻ ചടുല ചലനത്താൽ സമാകർഷിക്കപ്പെട്ട ഹൃചന്ദ്രനാൽ നനഞ്ഞതായി ആശങ്കിക്കപ്പെടുന്നതെന്തോ ഞങ്ങൾക്കുള്ളിൽ സവിശേഷമാം കാന്തിയോടെ പരിലസിക്കുന്നതെന്തോ സകല ലോകത്തിന്റെയും ലാവണ്യപൂരം വിപണനം ചെയ്യും ഒരേയൊരു സ്ഥാനമായിരിക്കുന്നതെന്തോ ശ്വേതാശ്വൻ പാർത്ഥന്നു തേരാളിയായി പരമഗുരുവായി വർത്തിക്കുന്നതാരോ ആറന്മുളയിൽ കുടികൊള്ളുമാ ശ്രീകൃഷ്ണമൂർത്തി നമുക്കേകട്ടെ മംഗളങ്ങൾ. ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ശരി 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 ശരി. സാറേ ഹേമലതയാണെ ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ. ഈ ആറന്മുളയിലെ ഈ സങ്കല്പത്തെ കുറിച്ച്, ഈ ഷഡാധാരത്തെ കുറിച്ചുള്ള ആ ഒരു സങ്കല്പം വരണതായിട്ട് മനസ്സിലാക്കിയിരുന്നേ ഇല്ല കേട്ടോ, മനസ്സിലാക്കിയിരുന്നേ ഇല്ല. പിന്നെ അതിനകത്ത് ഒരു കാര്യം, മറ്റേ സൂര്യനാടി ചന്ദ്രനാടി ഉണ്ടല്ലോ, കുണ്ടലിനി ഇടപിംഗള സൂര്യനാടി. അപ്പൊ ഇവിടെ ആ മറ്റേ ശ്വേതാശ്വന്റെ കാര്യം പറയുന്നിടത്ത് അവിടെ അങ്ങനെ ഒരു ഉപമയും കൂടെ വരുന്നുണ്ടോ അതിനകത്ത്? ഈ ചന്ദ്രന്റെ പ്രഭയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ കൂട്ടത്തില് മറ്റേ സൂര്യപ്രഭയും കൂടെ പറയേണ്ടതല്ലേ? അതും കൂടിയാണോ അവിടെ പറയുന്നത് എന്നാണ് അവിടെ എന്താന്ന് വെച്ചാല്, അവിടെ ചന്ദ്രപ്രഭ സൂര്യപ്രഭ എന്ന് പറയുമ്പോ അതിനൊരു ഉഗ്രത്വം ഉണ്ടല്ലോ, ഉഗ്രത്വമുണ്ട്. അപ്പൊ അവിടെ ഒരു ശീതളിമയാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലേ, ഒരു സൂര്യനെ പോലെ ചന്ദ്രനെ പോലെയും, അതുപോലെ ചന്ദനം, കുങ്കുമം, ഇതൊക്കെ എന്താണ്? ശൈത്യമാണ്. എപ്പോഴും നമ്മളെപ്പോഴും ദേവസന്നിധി ചെല്ലുമ്പോ എന്താണ്? തപ്ത അന്തരംഗരായിട്ടാണ് മിക്കവാറും ചെല്ലുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവലാതികളൊക്കെ. അപ്പൊ നമുക്ക് ഈ ശൈത്യം പ്രദാനം ചെയ്യുന്നു എന്നൊരർത്ഥം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചന്ദ്രപ്രഭയായിട്ട് തന്നെ അത് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കണ്ണിന് കുളിർമയേകുന്നതായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഭഗവാൻ അവിടെ കൃഷ്ണനെ സൂര്യപ്രഭയായിട്ടും കൂടെ സങ്കല്പിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചത്. സൂര്യചന്ദ്രന്മാരെ പോലെ, അതായത് ഭഗവാൻ സൂര്യനും മറ്റേ അർജുനൻ ചന്ദ്രനും ആയിട്ടും കൂടെ വിഭജിക്കുന്നുണ്ടോ എന്നാണ് ഞാനൊരു അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതങ്ങനെ വ്യാഖ്യാനിക്കാം. അതാണ് വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി നഹി സന്ദേഹാത് അലക്ഷണം എന്നാണ് പറയുന്നത്. വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി, വ്യാഖ്യാനം കൊണ്ടാണ് സവിശേഷമായ പ്രതീതി ഉണ്ടാകുന്നത്. നഹി സന്ദേഹാത് അലക്ഷണം, സന്ദേഹമുണ്ടായി എന്നുള്ളത് കൊണ്ടൊന്നും എന്തായിത്തീരുന്നില്ല, ലക്ഷണം കെട്ടതായി പോകുന്നില്ല. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം, അതിന് തെറ്റൊന്നുമില്ല. കാരണം ചന്ദ്രന് വെളിച്ചം നൽകുന്ന ആരാണ്? സൂര്യനാണ്, അല്ലെ? ചന്ദ്രനിലും
സൂര്യന്റെ വെളിച്ചം തന്നെയല്ലേ ചന്ദ്രനിലൂടെയും നമുക്ക് ശീതരശ്മിയായിട്ട് വരുന്നത്. ചന്ദ്രന്റെ സൂര്യന്റെ തന്നെ വെളിച്ചം. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ യാതൊരു അനൗചിത്യവുമില്ല, അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ശരി സാറേ. അതുപോലെ ചെങ്ങന്നൂര് മറ്റേ പരമശിവന്റെ ഭാവം സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് ആ ഭാവം ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. പല പ്രാവശ്യം പോവാറുണ്ടെങ്കിലും പരമേശ്വരന്റെ ഭാവം സങ്കല്പിച്ചിരുന്നില്ല. അത് ഒരു പുതിയ അറിവായിരുന്നു സാറേ. നന്ദി, വളരെ നന്ദി സാറേ. അങ്ങനെ ഒരു ഭാവമാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ ദേവിക്ക് എന്ത് വരണമായിരുന്നു? ദേവിക്ക് ക്രോധമാണ് വരുന്നത്. നമ്മൾ തിരുവാന്താംകുന്നി പോകുന്ന പോലെ അല്ല, തിരുവാന്താംകുന്നി പോകുമ്പോൾ നമ്മൾ ശരിക്കും നന്നായി മാറി നിന്നിട്ട് തന്നെയാണ് അവിടെ തൊഴുന്നത്. കാരണം ദേവി അവിടെ ഉഗ്രഭാവത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് തിരുവാന്താംകുന്നില്. അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ശരിക്കും എന്താണ്, ശീതളിമ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഒരിക്കലും ദേവിയുടെ മനസ്സിൽ അങ്ങനെ ഒരു രോഷം ഇല്ല. പിന്നെയും എന്താണുള്ളത്? ആർദ്രഭാവമാണ് ഉള്ളത്. തൻ്റെ തിരോധാനത്തിൽ ഇത്രയേറെ വ്യത പൂണ്ടിരിക്കുന്നുവല്ലോ തൻ്റെ നാഥൻ എന്നുള്ള ഒരു ഭാവമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ ആ രോഷത്തിന് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. തന്നെയല്ല, അതിനാണ് പ്രാധാന്യവും കൽപ്പിച്ചിരിക്കുന്നത്. ശരി സാറേ, വളരെ സന്തോഷമാണ്. ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ശ്രോത്രജിഹ്വേ ന ഘ്രാണനേത്രേ ന വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന ച പ്രാണസഞ്ജോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. വിദ്യാധിരാജായ
ശ്രീ ഗുരുഭ്യോ നമഃ.